k plus 2, 4k മൈനസ് 6, 3k മൈനസ് 2 എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ kയുടെ വില എന്താണ്? ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്, 3 പദങ്ങൾ തന്നിട്ടുണ്ട്. അവ ആദ്യത്തെ പദം, രണ്ടാമത്തെ പദം 4k മൈനസ് 6, മൂന്നാമത്തെ പദം 3k മൈനസ് 2. എന്നിട്ട് ഇതിലെ k എന്ന് പറഞ്ഞ ലെറ്ററിന്റെ വില എന്താണെന്നാണ് ചോദിച്ചത്. നമുക്കൊരു സമാന്തര ശ്രേണി നോക്കുകയാണെങ്കിൽ ഒരു സമാന്തര ശ്രേണി എഴുതാൻ പോവാണ്. 2, 4, 6. അപ്പോൾ ഈ നടുവിലത്തെ പദം എങ്ങനെ കാണാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടറ്റത്തെ രണ്ട് ഭാഗത്തിൻ്റെയും നേർ പകുതിയായിരിക്കും നടുവിലത്തെ പദം. നമ്മളിവിടെ 6+2 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8/2 4 എന്ന് കിട്ടും. ഇനി വേറൊരു സമാന്തര ശ്രേണി നോക്കാം നമുക്ക്. 5, 10, 15. ഈ നടുവിലത്തെ സംഖ്യ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാം, അറ്റത്ത് 2 കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അറ്റത്ത് 2 കൂട്ടിയിട്ട് പകുതി എടുക്കുക. 15ഉം 5ഉം 20/2 10. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെ ഈ പ്രോബ്ലത്തിന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ അറ്റത്തുള്ള 2 പദത്തിനെയും കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടുവിലെ പദം കിട്ടും. അപ്പോൾ ആ ഒരു ട്രിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ കെൻ്റെ വില നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മളിവിടെ എഴുതാൻ പോവാണ്. k plus 2 കൂട്ടണം 3k മൈനസ് 2, 2 പദങ്ങൾ കൂട്ടി ഡിവൈഡ് ബൈ 2 അതിൻ്റെ പകുതി എടുത്തു, ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? രണ്ടും കൂട്ടി പകുതി എടുത്താൽ നടുവിലത്തെ പദമായ 4k മൈനസ് 6 കിട്ടും. സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അതാ +2ഉം -2ഉം ഇവിടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ പിന്നെ ഇവിടെ ബാക്കിയുള്ളത് kയും 3kയും. kയും 3kയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4k/2 ഇസിക്കൽ ടു ഇവിടുത്തെ 4k മൈനസ് 6. ഇനി ഇവിടെയുള്ള 2നെയും ഇവിടെയുള്ള 4നെയും കട്ട് ചെയ്താൽ ഇവിടെ കിട്ടും? ബാക്കി 2 ഉണ്ടാവും. നമ്മൾ 2k ഇസിക്കൽ ടു 4k മൈനസ് 6 കിട്ടും. ഇനി kൻ്റെ വാല്യൂ കണ്ടിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും റീഅറേഞ്ച് ചെയ്യും. നമ്മൾ ഈ മൈനസ് ഉള്ള 6നെ ഈ ടേമിനെ നമ്മൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇവിടേക്ക് കൊണ്ടുപോകും. അതുപോലെ ഇവിടെ ഉള്ള ടേമിനെ നമ്മൾ ഇവിടേക്കും കൊണ്ടുപോകും. അപ്പം എന്താവും? 6 ഇസിക്കൽ ടു ഇവിടെയുള്ള -6 ഇങ്ങോട്ട് വരുമ്പോൾ +6 ആണ്. ഇവിടെ 4k, ഇവിടെയുള്ള +2k ഇങ്ങോട്ട് വരുമ്പോൾ 6 ഇസിക്കൽ ടു 4k 2k കുറച്ച് കഴിഞ്ഞാൽ 2k. ഇനി k ഇസിക്കൽ ടു 6/2 അടിയിലേക്ക് വരും, 6/2 3. k ഇസിക്കൽ ടു 3. ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി.